പത്മകുമാർ എന്നു പേരുള്ള CPM-ന്റെ ഉന്നതനായ നേതാവ് അയ്യപ്പന്റെ സ്വർണം അടിച്ചു മാറ്റി തടിച്ചു കൊഴുക്കാൻ മോഹിച്ച ആ നെറികെട്ടവൻ ഇന്ന് അനേകം ക്രിമിനലുകൾക്കൊപ്പം കൊതുക് കടികൊണ്ട് വിരിച്ച് വെറും നിലത്ത് കിടക്കുന്നു എന്നർത്ഥം. എന്നാൽ വാസു കള്ളന് കൂടുതൽ സൗകര്യം സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. പത്മകുമാറിനേക്കാൾ വാസുവിനോട് പ്രത്യേക വാത്സല്യം CPM നേതാക്കൾക്കുണ്ടേ എന്ന് പല നേതാക്കളുടെയും പ്രസ്താവനയിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. മുൻ മന്ത്രിയും മുതിർന്ന CPM നേതാവുമായ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് വാസു സാർ എന്നാണ്. വിജിലൻസ് ട്രിബ്യൂണൽ ജഡ്ജിയായിരുന്നു. അതുപോലെ തന്നെ CPM-മായി അടുത്ത ബന്ധമുള്ളയാളാണ്. ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ മാത്രമല്ല, പ്രസിഡന്റ് പദവിയും അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാസുവിന് പ്രത്യേക പരിഗണന കൊടുത്തിരിക്കുന്നു. വാസുവിന്റെ ആരോഗ്യ പ്രശ്നം പരിഗണിച്ച് ഹൃദ്രോഗിയായിരുന്നതുകൊണ്ട് മരുന്ന് കൊടുക്കുകയും മറ്റും ആവശ്യമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് വാസുവിനെ പൂജപ്പുര ജയിലിലേക്ക് മാറ്റിയത്. പൂജപ്പുര ജയിലിലെ ചികിത്സാ സൗകര്യമുള്ള സെല്ലിൽ കട്ടിലിൽ കിടക്കാനുള്ള സൗകര്യമാണ് വാസുവിന് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഫാനുമുണ്ട്. ബാക്കി 4 കള്ളന്മാരും, ആകെ 6 പേരാണ് അറസ്റ്റിലായത്. ബാക്കി 4 കള്ളന്മാരും വ്യത്യസ്തമായ സെല്ലുകളിലാണ്. ആരും ഒരുമിച്ചല്ല. അവർ ഒരുമിച്ച് ചേർന്ന് പരസ്പരം ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്താതിരിക്കാൻ എല്ലാവരെയും ഓരോ സെല്ലിൽ മറ്റ് ക്രിമിനലുകൾക്കൊപ്പമാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ആർക്കും ഒരു പ്രത്യേക സൗകര്യവും ഒരുക്കി കൊടുത്തിട്ടില്ല. അതേസമയം പത്മകുമാറിന് സംശയത്തിന്റെ ആനുകൂല്യം ആവശ്യമില്ലെന്നും പത്മകുമാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൊള്ളയ്ക്ക് കൂട്ടുനിന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. ആദ്യം നമ്മൾ കേട്ടതും പിന്നീട് പല നേതാക്കൾ പറഞ്ഞതും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയതുകൊണ്ട് മാത്രം അറസ്റ്റിലായി എന്നാണ്. മാത്രമല്ല CPM-ന്റെ ഗുഡ് ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് പത്മകുമാറിന്റെ ഒരു പണി കൊടുത്തതാണോ എന്ന സംശയവും ചില വൃത്തങ്ങൾ ഉയർത്തിയിരുന്നു. എന്നാൽ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയല്ല. വളരെ കൃത്യമായി പത്മകുമാറിന്റെ റോള് എഴുതി വെച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, പത്മകുമാറിന് മുഖ്യ റോൾ ഉണ്ടായിരുന്നു. പത്മകുമാറും വാസുവും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ പല വിഷയങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും സ്ത്രീ പ്രവേശന വിഷയമടക്കം ഈ കൊള്ളയുടെ കാര്യത്തിൽ അവരൊക്കെ ഒറ്റക്കെട്ടായിരുന്നു. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ പത്മകുമാറും കമ്മീഷണർ എന്ന നിലയിൽ വാസുവും മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒരുമിച്ച് ചേർന്ന് എല്ലാവരും വിഹിതം കൈപ്പറ്റിക്കൊണ്ട് തന്നെയാണ് അയ്യപ്പന്റെ സ്വർണം അഴിച്ചുമാറ്റി കൊണ്ടുപോയത് എന്ന് വ്യക്തമാക്കുകയാണ് റിമാൻഡ് റിപ്പോർട്ട്.